ഇന്നേ വരെ നടത്തിയിട്ടില്ല. എൻ്റെ സ്വത്തും മുതലും വിറ്റിട്ടാണ് ഞാൻ ഈ വിഷയത്തിൽ നിൽക്കുന്നത്. എന്തെങ്കിലും ഒരു തെളിവോ കാര്യങ്ങളോ കൊണ്ടുവരാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ മാനാഞ്ചിറ സ്ക്വയറിന്റെ നടുവിൽ വന്ന് നിൽക്കും. കല്ലെറിഞ്ഞു കൊന്നാളെൻ്റെ തന്നെ. അർജുൻ്റെ കുടുംബം മനാഫിനെതിരെയും ഈശ്വർ മാൽപ്പയ്ക്കെതിരെയും ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. ഇതിൻ്റെ പിറകിൽ ആരെന്ന് അറിയില്ല. എല്ലാം തെറ്റിദ്ധാരണയാണെന്ന് പറയപ്പെടുന്നു. മനാഫ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത് ആണ് ആരോപണം ഉന്നയിക്കാൻ ഒരു കാരണം. മനാഫും ഈശ്വർ മാൽപ്പയും ട്രെഡ്ജറിൻ്റെ പ്രവർത്തനം മനഃപൂർവ്വം 2 ദിവസം താമസിപ്പിച്ചു എന്ന് ഇവർ എല്ലാ കുടുംബത്തിലുള്ള പ്രശ്നം. പക്ഷെ അതെല്ലാം മുന്നേ അർജുൻ നഷ്ടപ്പെട്ടു, യാഥാർത്ഥ്യമാണ് എന്ന് കരുതി ഞങ്ങൾ ആരുടെയും മുന്നിൽ പോയിട്ട് പിച്ച തെണ്ടേണ്ട ആവശ്യം നിലവിൽ ഞങ്ങൾക്കില്ല. അത് ഈ വ്യക്തി മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങൾ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനത്തെ ഒരു സാഹചര്യം നിലവിൽ ഇവിടെ ഇല്ല. ഞാൻ ജോലിക്ക് പോകുന്നുണ്ട്, സഹോദരങ്ങൾ ജോലിക്ക് പോകുന്നുണ്ട്, കൃഷ്ണപ്രിയയ്ക്ക് ജോലിയായിട്ടുണ്ട്. ഇവരൊക്കെ നോക്കൂ, അറിയുന്ന ആൾക്കാരൊക്കെ ചോദിക്കുക, ഇവന് 75,000 രൂപ കിട്ടിയിട്ട് നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഇത്രയും ദാരിദ്ര്യത്തിൽ പിന്നെ എങ്ങനെ കടന്നു? നോക്കൂ, ആ തരത്തിൽ ഇതൊക്കെ നമുക്ക് നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരാണ് ഇവരോടൊക്കെ ചോദിക്കുന്നത്. എന്നോടായാലും അഞ്ജുവിനോടായാലും അഭിജിത്തിനോട് കൃഷ്ണ ഇവരൊക്കെ നോക്കൂ എത്രത്തോളം മാനസിക സമ്മർദ്ദത്തിലൂടെ കടന്നു പോകുന്നു. മറ്റൊരാളുടെ മുന്നിൽ നോക്കാൻ പറ്റാത്ത അവസ്ഥയായി. അതായത് അർജുൻ്റെ പൈസയെല്ലാം ഞങ്ങൾ എടുത്തു ഉപയോഗിച്ചു അവനെ ദാരിദ്ര്യത്തിലാക്കി എന്ന ഒരു പൊള്ളയായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യമേ തന്നെ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. മനാഫ് PR വർക്ക് ചെയ്തു എന്നാണ് മറ്റൊരു ആരോപണം. എന്തെങ്കിലും സംഘടനക്കാർ എന്തെങ്കിലും തന്നാൽ അത് അർജുൻ്റെ പേരിൽ ബാങ്കിൽ ഇടാൻ വേണ്ടിയാണ് ഞാൻ അക്കൗണ്ട് നമ്പർ ചോദിച്ചത് എന്ന് മനാഫ് പറയുന്നു. എനിക്ക് ഈ ലോറി വേണ്ട, അത് ഉയർത്തി അവനെ എടുത്ത ശേഷം ലോറി അങ്ങോട്ട് തന്നെ ഇട്ടേക്കൂ എന്നാണ് മനാഫ് പറയുന്നത്. അത് ഞാൻ അർജുൻ്റെ മോൻക്കും വേണ്ടിയിട്ട് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് അത് നിങ്ങളെ ഇഷ്ടമാതിരി എന്ത് വേണമെങ്കിലും ചെയ്യാം നിങ്ങൾക്ക് എന്നുള്ളതാണ് അവർ പറഞ്ഞത്. അപ്പോൾ അയാന് ഒരു അക്കൗണ്ട് നമ്പർ ഉണ്ടോ എന്നുള്ളതാണ് ഇപ്പം ഞാൻ ചോദിച്ച തെറ്റ്. അപ്പോൾ എന്തിനെന്ന് ചോദിച്ചപ്പോൾ എനിക്കിങ്ങനെ ഞാൻ 1-2 ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ചില സംഘടനകൾ വിളിക്കുമ്പോൾ എനിക്ക് പോവാതെക്കാൻ കഴിയില്ല. ഞാൻ സമൂഹത്തിൽ ജീവിക്കണതാണ്. ഞാൻ ഈ ഇതിലൂടെ തന്നെ സമൂഹത്തിന് നല്ലൊരു മെസ്സേജ് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുമാണ്. അപ്പം തന്നെ എവിടെയും പോയി എനിക്ക് എന്തെങ്കിലും കിട്ടുകയാണ്, ആരെങ്കിലും തരികയാണെങ്കിൽ അത് അയാൻ്റെ പേരിൽ ഇടണമെന്ന് ആണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് ആഗ്രഹിച്ചു പോയത്. അപ്പം അത് വലിയ തെറ്റായി പോയെങ്കിൽ ക്ഷമിക്കുക. ഞാനിന്ന് മുക്കത്ത് പരിപാടിക്ക് പോയിന് ആ പണം വാങ്ങിയിട്ടുമില്ല. ഒരുപാട് പ്രയാസപ്പെട്ടിട്ട് ഞാൻ പല ആളുകളും പലതും പറഞ്ഞു വണ്ടി കിട്ടാനാണ്, അർജുന് കിട്ടാനല്ല. ആ വണ്ടി ഞാൻ ഇപ്പം പറയുന്നു, ആ വണ്ടി ജസ്റ്റ് പൊന്തിക്കുക, അതിന്ന് ഓനെടുക്കുക, ആ വണ്ടി അവിടെ തന്നെ ഇട്ടേക്ക്. നമുക്ക് ആ വണ്ടിയും വേണ്ട, ആ മരവും വേണ്ട, ഒന്നും വേണ്ട. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക.